എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 109ഉം 110ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 2 ശ്ലോകങ്ങളിലും ഉപജാതിവൃത്തം തന്നെയാണുള്ളത്. മഗധദേശക്കാരും അതുപോലെ യാദവന്മാരും തമ്മിലുള്ളതായ യുദ്ധം, ശ്രീകൃഷ്ണൻ്റെ യുദ്ധത്തെ പറ്റിയിട്ടൊക്കെ തന്നെയാണ് വർണ്ണിക്കുന്നത്. നമുക്ക് ആദ്യം 109ാമത്തെ ശ്ലോകം നോക്കാം. മുഖേ ച കർണേ ച ഭുജദ്വയേ ച വക്ഷസ്ഥലേ ചോരുയുഗേ ച രാജ്ഞാം അന്യേഷു ച അംഗേഷു സമാനകാലം ശതം ശതം ശൗരിശരാ നിപേതു. വളരെ എളുപ്പമായിട്ടുള്ളൊരു ശ്ലോകമാണ്. വായിക്കുമ്പോൾ തന്നെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. ആദ്യം പദച്ഛേദം പറയാം, കാര്യമായിട്ടൊന്നുമില്ല എന്നാലും. മുഖേ ച കർണേ ച ഭുജദ്വയേ ച വക്ഷസ്ഥലേ ച ഊരുയുഗേ ച രാജ്ഞാം അന്യേഷു ച അംഗേഷു സമാനകാലം ശതം ശതം ശൗരിശരാഹ നിപേതു. വളരെ എളുപ്പമാണ്. ശൗരിശരാ നിപേതു, ശൗരിയുടെ ശരങ്ങൾ വന്നു പതിച്ചു. എത്ര എണ്ണാനൊന്നും പറ്റില്ല, എന്നാലും ഒരു കണക്കിന് പറയാണ്, 100 കണക്കിന് എന്ന്. ശതം 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 ശൗരിശരാഹ, 100 കണക്കിന് ശൗരിയുടെ ശരങ്ങൾ. ഭഗവാൻ ഈ അസ്ത്രങ്ങൾ, അതായത് വില്ലിൽ തൊടുത്ത അസ്ത്രങ്ങൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. 100 കണക്കിന് അസ്ത്രങ്ങൾ എവിടെയൊക്കെയാണ് ചെന്ന് പതിച്ചത് എന്ന് പറയാണ്. ശത്രു രാജാക്കന്മാരുടെ ഒരു സ്ഥലം പോലും ഇല്ല അസ്ത്രം കൊള്ളാത്തത്. അതാണ് രാജ്ഞാം. രാജ്ഞാം എന്ന് പറഞ്ഞാൽ ശത്രു രാജാക്കന്മാരുടെ ശരീരത്തിലെമ്പാടും എവിടെയൊക്കെയായിരുന്നു? രാജ്ഞാം മുഖേ, മുഖത്ത് എന്നുള്ളതിന് വായിൽ എന്നും അർത്ഥമുണ്ട്. വായിലാണ് കൊണ്ടത്. മുഖം എന്നുള്ളതിന് മുഖമെന്ന്, വദനം എന്നുള്ള സാമാന്യമായിട്ടുള്ള അർത്ഥമുണ്ട്, വായ എന്നും അർത്ഥമുണ്ട്. മറ്റ് അംഗങ്ങളെ പറ്റി പറയണത് കൊണ്ടാണ് മുഖം എന്നുള്ളതിന് വായ എന്നർത്ഥം എടുത്തത്. കർണേ, കർണത്തിൽ, ചെവിയിൽ പോയി അസ്ത്രം കൊണ്ടു, വായിൽ കൊണ്ടു. ഇനി ഭുജദ്വയേ ച, ഭുജദ്വയം 2 കൈകളിൽ 2ലും അസ്ത്രം കൊണ്ടു. ധാരാളം, ഒന്നൊന്നുമല്ല, 1000കണക്കിന്, ശതം ശതം എന്നാണ് പറഞ്ഞത്. 100 കണക്കിന് അസ്ത്രങ്ങളാണ് ഒരേ സമയം ചെന്ന് വീഴണത്. മാത്രമല്ല വക്ഷസ്ഥലേ, വക്ഷസ്ഥലം നെഞ്ചിലും കുറേ അസ്ത്രങ്ങൾ ചെന്ന് കൊണ്ടു. ഊരുയുഗേ, ഊരുയുഗം തൊടയിലും കൊണ്ടു കുറേ അസ്ത്രങ്ങൾ. ച അന്യേഷു അംഗേഷു, ഇനി ശരീരത്തിൽ എവിടെയൊക്കെ സ്ഥലമുണ്ടോ അവിടെയെല്ലാം തന്നെ ഭഗവാന്റെ അസ്ത്രങ്ങൾ തുരുതുര വന്ന് പതിച്ചു കൊണ്ടിരുന്നു. ഇടതടവില്ലാതെ ശ്രീകൃഷ്ണൻ അസ്ത്രങ്ങളെ പ്രയോഗിച്ചു. ഈ അസ്ത്രങ്ങളൊക്കെ തന്നെ ശത്രു രാജാക്കന്മാരുടെ, ഭടന്മാരുടെയൊക്കെ ശരീരത്തിൽ സകലത്ര ചെന്ന് പതിക്കുകയും ചെയ്തു. അംഗേഷു ച സമകാലം നിപേതു, അംഗങ്ങളിലൊക്കെ തന്നെ, ശരീരാവയവങ്ങളിലൊക്കെ തന്നെ സമാനകാലം, ഒരേ സമയം ഈ 100 കണക്കിന് അസ്ത്രങ്ങൾ നിപേതു വന്നു പതിച്ചു. അതിശയോക്തിയാണ്. അസ്ത്രം പ്രയോഗിക്കുമ്പോൾ ഒന്നല്ലേ പ്രയോഗിക്കാൻ പറ്റുള്ളൂ. 100 കണക്കിന് എങ്ങനെയാണ് ഒരേ സമയത്ത് ചെന്ന് പതിക്കണതെന്നാണെങ്കിൽ അതിശയോക്തി വർണ്ണനം തന്നെയാണ്. പ്രവൃത്തി, കാരണവും കാര്യവും ഒക്കെ ഒരുപോലെ ഒരേ സമയത്ത് സംഭവിക്കണമെന്ന് പറയുമ്പോൾ അതൊക്കെ അതിശയോക്തി അലങ്കാരമാണ്. പക്ഷെ ഭഗവാന്റെ വർണ്ണനയാകുമ്പോൾ അതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ശത്രു രാജാക്കന്മാരുടെ മേലേക്ക് തുരുതുര മഴ പെയ്യണത് പോലെ ഇടതടവില്ലാതെ അസ്ത്രങ്ങളുടെ മഴ പെയ്തുകൊണ്ടേയിരുന്നു. അവരെല്ലാവരും, അതായത് വക്ഷസ്ഥലത്തൊക്കെ കൊണ്ടാൽ പിന്നെ പറയേണ്ട കാര്യമില്ല, എല്ലാവരും മരിച്ചു വീഴന്നെയാവും ഉണ്ടായിട്ടുണ്ടാവുക. അങ്ങനെ ഒരു നിൽക്കക്കള്ളിയും ഇല്ലാത്ത വിധത്തിൽ, ശത്രുപക്ഷത്തെ രാജാക്കന്മാരെ ഓടിപ്പിക്കുന്ന വിധത്തിൽ ഭഗവാൻ കഠിനമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. 100 കണക്കിന് അസ്ത്രങ്ങൾ അവരുടെ ശരീരത്തിലേക്ക് പതിച്ചു കൊണ്ടിരുന്നു എന്നർത്ഥം. ഇനി അടുത്തൊരു ശ്ലോകത്തിൽ ഇവരുടെ ശരീരത്തിൽ അസ്ത്രം പതിച്ചിട്ട് എന്താണ്ടായത് എന്നാണ് വർണ്ണിക്കുന്നത്. 110ാമത്തെ ശ്ലോകം നോക്കൂ. ഭിത്വാപി ഗോവിന്ദശരാഃ പരേഷാം അംഗാന്യലിപ്യന്തന ശോണിതേന കൃത്വാപി കർമാണി വിശുദ്ധഭാവാ ജനാ ഫലേനേവ തദുദ്ഭവേന. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. ഭിത്വാ അപി ഗോവിന്ദശരാഃ പരേഷാം അംഗാനി അലിപ്യന്ത ന ശോണിതേന കൃത്വാ അപി കർമാണി വിശുദ്ധഭാവാഃ ജനാഃ ഫലേന ഇവ തദുദ്ഭവേന. ഇവിടെ ഒരു സാമാന്യോക്തിയും വിശേഷോക്തിയും പറയണത് കൊണ്ട് അർത്ഥാന്തരന്യാസ അലങ്കാരമുണ്ട്, അതോടൊപ്പം തന്നെ ഉത്പ്രേക്ഷാലങ്കാരമുണ്ട്.
ഒരു സങ്കര രൂപത്തിലുള്ള പ്രതിപാദനമാണ് വരണത്. എന്താ ഉണ്ടായത് എന്നാണെങ്കിൽ ഗോവിന്ദശരാഹ, ഗോവിന്ദൻ്റെ ശരങ്ങൾ, ഭഗവാൻ ശത്രുപക്ഷത്തേക്ക് എയ്ത ശരങ്ങൾ, പരേഷാം അംഗാനി ഭിത്വാ അഭി, പരേഷാം ശത്രുണാം, അന്യന്മാരെന്ന് മാത്രമല്ല ശത്രു എന്നർത്ഥമുണ്ട് പരപദത്തിന്. അപ്പോൾ ശത്രുക്കളുടെ അംഗാനി, അംഗങ്ങളെല്ലാം തന്നെ, ഭിത്വാ അഭി, അവരുടെ അംഗങ്ങളിലൊക്കെ പോയി കൊണ്ടു. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ, ഇനി ശരീരത്തിൽ എവിടെയും സ്ഥലമില്ല, അംഗത്തിൽ അല്ലെങ്കിൽ ശരീരത്തിലെ അവയവങ്ങളിൽ അസ്ത്രം കൊള്ളാത്ത ഒരു സ്ഥലം പോലും ബാക്കി ഉണ്ടായിരുന്നില്ല ശത്രുപക്ഷത്തിലെ രാജാക്കന്മാർക്കും ഭടന്മാർക്കും ഒക്കെ. അപ്പോൾ അവരുടെ ശരീരത്തിലൊക്കെ പോയി തറച്ചു എങ്കിൽ പോലും, അതാണ് പരേഷാം അംഗാനി ഭിത്വ, ഭിത്വ എന്ന് പറഞ്ഞാൽ തുളഞ്ഞ് തറച്ച് കയറുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടും ശോണിതേന ന അലിപ്യന്ത, അവിടെ മുഴുവനും ചോരക്കളം ഉണ്ടാക്കിയില്ല അത്രേ. അസ്ത്രങ്ങൾ, ഭഗവാൻ അയച്ച അസ്ത്രങ്ങൾ ശത്രുപക്ഷക്കാരുടെ ശരീരത്തിൽ കൊണ്ടുവെങ്കിലും അവരുടെ ശരീരത്തിൽ നിന്നും രക്തപ്രവാഹമൊന്നും ഉണ്ടാക്കിയില്ല. അത് അസ്ത്രങ്ങളുടെ മിടുക്കല്ല, ഭഗവാന്റെ മിടുക്കാണ്. അത് വല്ലാത്തൊരു കൊലപാതകം നടത്തി അല്ലെങ്കിൽ കുറേ പേരെ ഒരുമിച്ച് ബലി കഴിച്ചു എന്നുള്ള തോന്നലൊന്നും ഉണ്ടാക്കിയില്ല. അസ്ത്രങ്ങളൊക്കെ അവരുടെ പേരിൽ പോയി തറച്ചു, പക്ഷെ അവരുടെ ശരീരത്തിൽ നിന്നും ചോരപ്പുഴ ഒഴുകണതായിട്ടൊന്നും കണ്ടില്ല എന്നർത്ഥം. അസ്ത്രം കൊണ്ടിട്ടുണ്ടായി പുറത്തേക്ക് വരുന്നതായ രക്തം കൊണ്ട് അവരുടെ ശരീരം മുഴുവനും ലേപനം ചെയ്യപ്പെട്ടില്ല. അവിടെ വലിയ ചോരപ്പുഴയൊന്നും ഒഴുക്കിയില്ല. അതിനെ സാധൂകരിക്കുകയാണ്. മറ്റൊരു വിധത്തിൽ പറയണത് എന്താണ്, ചില ജനങ്ങളുടെ കാര്യം പറയാണ്. ജനാഹ, ചില ജനങ്ങളുണ്ടല്ലോ, മനുഷ്യർ, അവർ കർമാണി കൃത്വാ അഭി, കർമ്മങ്ങൾ ധാരാളം ചെയ്തു കൂട്ടിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും തദുദ്ഭവേന ഫലേന വിശുദ്ധഭാവാഹ ഇവ, തദുദ്ഭവേന ഫലേന, ആ കർമ്മം ചെയ്തിട്ടുണ്ടാകുന്ന വിശുദ്ധമായിട്ടുള്ള ഫലം കൊണ്ട്, ചെയ്യണ പ്രവൃത്തി അത്ര നന്നാവില്ല, പക്ഷേ ഫലത്തിലേക്ക് എത്തുമ്പോഴേക്കും അത് അറിയാതെ എങ്ങനെയൊക്കെയോ നന്നായി ഭവിക്കും, മറ്റുള്ളവർക്കൊക്കെ ഗുണകരമായി തീരും. ഇയാൾ അത്രയ്ക്കൊന്നും ഉദ്ദേശിച്ചിട്ടൊന്നും ആവില്ല ആ പണിയൊന്നും ചെയ്യുന്നുണ്ടാവുക, നന്നാവണമെന്ന് വിചാരിച്ചിട്ടൊന്നും ആവില്ല. സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരെ തൻ്റെ അടുത്ത് നിന്ന് തുരത്താൻ വേണ്ടിയിട്ടും ഓടിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ചെയ്യണ പ്രവൃത്തിയാവും. പക്ഷേ ആ പ്രവൃത്തി അവസാനം നല്ലതായി തീരും, അതിൻ്റെ ഫലം നന്നായി തീരും. അപ്പോൾ ചില ജനങ്ങൾക്ക് അങ്ങനെ ഒരു ഗുണം കിട്ടാറുണ്ട്. ചെയ്യണ പ്രവൃത്തി അത്ര നല്ലതൊന്നുമല്ല എങ്കിലും അതിൻ്റെ ഫലം വരുമ്പോഴേക്കും നന്നായി ഭവിക്കും. അതുകൊണ്ട് ജനാഹ കർമാണി കൃത്വാ അഭി, ജനങ്ങൾ ധാരാളം കർമ്മങ്ങൾ ചെയ്തിട്ടും തദുദ്ഭവേന ഫലേന, അതുകൊണ്ടുണ്ടാകുന്നതായ ഫലം കൊണ്ട് വിശുദ്ധഭാവാഹ ഇവ ഭവന്തി, അവർ വിശുദ്ധന്മാരായിത്തീരുന്നു, അവർ വളരെ നല്ല ആൾക്കാരായിത്തീരുന്ന അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ വിശുദ്ധഭാവാഹ, അവർക്കൊക്കെ ഒരു വിശുദ്ധി കൈവരുന്നു, അവർ നല്ല മനുഷ്യരായിത്തീരുന്നു. അതുപോലെയാണ് ഇവിടെ അസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഭഗവാന്റെ പ്രവൃത്തി ഉണ്ടായത്. മറ്റുള്ളവരുടെ ശരീരത്തിലേക്ക് അസ്ത്രങ്ങൾ അയച്ചുവെങ്കിലും അസ്ത്രങ്ങൾ അവരെ വല്ലാതെ മുറിപ്പെടുത്തുകയോ ചോരയുടെ ഒഴുക്കുണ്ടാക്കുകയോ ചെയ്തില്ല. ചെയ്ത പ്രവൃത്തി എന്നുള്ളത് അവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എങ്കിൽ പോലും വല്ലാത്ത ദുരിതങ്ങൾ ഉണ്ടാക്കിയില്ല എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു ഫലത്തിൽ വന്നപ്പോഴേക്കും ഒരു വിശുദ്ധി വന്നു എന്നുള്ളത് കൊണ്ട് ആ പ്രവൃത്തിക്ക് വലിയ ദോഷമൊന്നും പറയാനുണ്ടായിരുന്നില്ല. അതായത് ഇതൊരു അർത്ഥാന്തരന്യാസ അലങ്കാര വർണ്ണനയാണ്, അലങ്കാരം ചേർത്തിട്ടുണ്ട്. ഇവിടെ ശ്രീകൃഷ്ണൻ്റെ പ്രവൃത്തിയെ വളരെ വിശേഷമായിട്ട് പറയുക, ചില സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ പ്രവൃത്തിയെ സാമാന്യമായിട്ടും പറയുക, എന്നിട്ട് തുലനം ചെയ്ത് പറയലാണ് അർത്ഥാന്തരന്യാസ അലങ്കാരം. ഭഗവാൻ മഗധദേശത്തിലെ ജനങ്ങളെ അല്ലെങ്കിൽ അവരുടെ സൈന്യങ്ങളെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് അസ്ത്രപ്രയോഗം നടത്തി, പക്ഷേ ചോരപ്പുഴ ഒഴുകിയില്ല. ചില ആൾക്കാർ അങ്ങനെയാണ്, പ്രവൃത്തികളൊക്കെ ചെയ്യും, പക്ഷെ അതിന് അതിക്രൂരമായിട്ടുള്ളൊരു ഫലമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് അവരുടെ പ്രവൃത്തികൾ വിശുദ്ധഭാവത്തിലേക്ക് എത്തിപ്പെടാറുണ്ടെന്നർത്ഥം. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ശ്ലോകങ്ങൾ രണ്ടും ഒന്നുകൂടി ചൊല്ലി നോക്കാം. മുഖേ ച കർണേ ച ഭുജദ്വയേ ച വക്ഷസ്ഥലേ ചോരുയുഗേ ച രാജ്ഞാം അന്യേഷു ച അംഗേഷു സമാനകാലം ശതം ശതം ശൗരിശരാ നിപേതു ഭിത്വാപി ഗോവിന്ദശരാഃ പരേഷാം അംഗാന്യലിപ്യന്ത ന ശോണിതേന കൃത്വാപി കർമാണി വിശുദ്ധഭാവാ ജനാഃ ഫലേനേവ തദുദ്ഭവേന. അങ്ങനെ
യുദ്ധം ഇനിയും കുറച്ച് ശ്ലോകങ്ങളിൽ കൂടിയും വർണ്ണിക്കുന്നുണ്ട്. വളരെ വീരരസോചിതമായിട്ടുള്ള വർണ്ണനയാണ് ഓരോന്നിലും വരുന്നത്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.